മുക്കം കുറ്റിപ്പാലയിൽ പ്രവർത്തിക്കുന്ന MCFൽ ഗുരുതരമായ വീഴ്ചയെന്ന് ഫയർ ഓഡിറ്റ് റിപ്പോർട്ട് നൽകി. വർഷം 1 കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ഓഡിറ്റിലും മുൻ വർഷത്തെ പോരായ്മകൾ അതേപടി തന്നെയുണ്ട്. നാടാകെ തീപിടുത്തങ്ങൾ ഉൾപ്പെടെ വ്യാപകമാവുമ്പോഴും അധികൃതരുടെ അനാസ്ഥ തുറന്നു കാണിക്കുന്നതാണ് മുക്കം കുറ്റിപ്പാലയിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ MCFനെതിരെയുള്ള ഫയർ ഓഡിറ്റ് റിപ്പോർട്ട്. വീഴ്ചകൾ പരിഹരിക്കണമെന്ന് കാണിച്ച് ഒരു വർഷം മുമ്പ് നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കെട്ടിടത്തിലേക്ക് അഗ്നിശമന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ ആവശ്യമായ റോഡ് വീതിയില്ല. കെട്ടിടത്തിനകത്തെ ഇലക്ട്രിക് വയറിങ്ങുകളും മറ്റും ശരിയായ രീതിയിൽ ഇൻസുലേഷൻ ചെയ്തിട്ടില്ല. കെട്ടിടത്തിനകത്ത് പാഴ്വസ്തുക്കൾ കുമിഞ്ഞു കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. കമ്പാർട്ട്മെൻറ്റേഷൻ നടത്തിയിട്ടില്ല. കെട്ടിടത്തിലെ എക്സ്റ്റിങ്ക്വിഷറുകളൊന്നും തന്നെ ശരിയായ രീതിയിൽ ഹുക്ക് ചെയ്ത് സ്ഥാപിച്ചിട്ടില്ല. കെട്ടിടത്തിൽ യാതൊരു രീതിയിലുള്ള ജലലഭ്യതയും ഇല്ല. പമ്പ് സെറ്റും സ്ഥാപിച്ചിട്ടില്ല. കെട്ടിടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലധികം പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കത്ത് നൽകിയിരുന്നത്. നിലവിലെ അവസ്ഥയിൽ തീപിടുത്തം പോലുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ MCF കേന്ദ്രത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുറത്തെത്തിപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. കെട്ടിടത്തിൻ്റെ പിറകുവശത്തുള്ള വഴിയിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും സുരക്ഷാ സംവിധാനത്തെ സാരമായി ബാധിക്കും. കെട്ടിടത്തിൻ്റെ പുറത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യാപകമായി കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത്. അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂർ, സീനിയർ ഓഫീസർ പയസ് അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഫയർ ഓഡിറ്റിംഗ് നടത്തിയത്. നഗരസഭാ കൗൺസിലർ സുഹറ വഹാബ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ VK മജീദ്, അശ്വന്ത് എന്നിവരും സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.